അഹങ്കാരി, ഏകാധിപതി, ധിക്കാരി ഈ വിശേഷങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തലയിൽ CPIM ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. എന്തിനും ഏതിനും രാഹുലിനെ കരുവാക്കുന്ന ഒരുതരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നമ്മൾ ഈ ഇടയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസും രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബഹളം രൂക്ഷമായപ്പോൾ കലിതുള്ളി മാങ്കൂട്ടം സ്റ്റേജ് വിട്ടിറങ്ങി. വയനാട് ദുരന്തം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസ് ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് ഒന്നും തന്നെ നടക്കാത്തത് കൊണ്ടാണ് വിമർശനം ശക്തമായത്. ബഹളം കൂട്ടത്തല്ലിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ സ്റ്റേജിൽ നിന്നും രാഹുൽ ഇറങ്ങുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളാണ് എത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുമാണ് പ്രധാന വിമർശനം. ജില്ലാ നേതൃത്വ സംഗമത്തിലായിരുന്നു പ്രതിനിധികൾ രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ച രംഗത്തേക്ക് വന്നത്. വിമർശനങ്ങളെ നേതൃത്വം അംഗീകരിക്കണമെന്നും നേതൃത്വ സംഗമത്തിൽ ആവശ്യമുയർന്നു. വിമർശനം കടുത്തതോടെ രാഹുൽ വേദി വിട്ടു. പിന്നീട് തിരികെ എത്തി. വയനാട് പുനരധിവാസത്തിലെ ഫണ്ട് പിരിവുകൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 15-നകം ഫണ്ട് പിരിവ് പൂർത്തിയാകാത്ത മണ്ഡലം കമ്മിറ്റിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു വെച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് നടത്തിയ ധനസമാഹരണത്തിൽ പാളിച്ചയില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്നു. പിരിവ് പൂർത്തിയാകാത്ത ഘടകങ്ങൾക്കെതിരെയാണ് നടപടി പൂർത്തിയാക്കിയതെന്നും യൂത്ത് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച മാതൃകാ വീട് പൂർത്തിയാകാത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു വർഷം പൂർത്തിയായിരുന്നു. 2024 ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമറ്റം മേഖലയിൽ ആദ്യഘട്ട മണ്ണിടിച്ചിലുണ്ടായത്. അർദ്ധരാത്രി 12-നും 1-നും ഇടയിൽ പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കെ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇതിൽ 298 പേരുടെ ജീവനാണ് അന്ന് ഉരുളെടുത്തത്. അപകടത്തിൽ കാണാതായ 32 പേരെയും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. ദുരന്തം നടന്ന ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു വീട് പോലും നിർമ്മിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് വിമർശനങ്ങൾക്കും ഒടുവിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും വേഗത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് യൂത്ത് കോൺഗ്രസും ഇപ്പോൾ രാഹുലിനെതിരെ തിരിയുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ച് നൽകാമെന്ന് പറഞ്ഞ വീടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും റീൽസ് സ്റ്റാർ എന്ന മുതിർന്ന നേതാക്കന്മാർ വരെ കുറ്റപ്പെടുത്തുന്ന രാഹുലിനെതിരെ വലിയൊരു വിഭാഗം പോരാടാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ. പക്ഷേ പറഞ്ഞതെല്ലാം ചെയ്തു കാണിക്കുന്ന രാഹുലിന്റെ അടുത്ത നീക്കം എന്താകുമെന്നതാണ് ഇനി കോൺഗ്രസും ജനങ്ങളും ഉറ്റുനോക്കുന്നത്.